താക്കോൽ എടുത്തിട്ടില്ല. ഞാൻ വണ്ടിക്കകത്ത് കയറിയിട്ടില്ല, താക്കോലും എടുത്തിട്ടില്ല. ഇതെല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. എന്നാണ് വണ്ടി കസ്റ്റഡിയിൽ എടുത്തു എന്നും പറഞ്ഞ് ഒപ്പിട്ടതാണല്ലോ. സാറ് വണ്ടി കസ്റ്റഡിയിൽ എടുത്തിട്ട് പോയാൽ മതി. ഭരണം മാറിയിട്ടും റോബിൻ ബസിന്റെ പ്രശ്നങ്ങൾ തീരുന്നില്ല എന്ന് വേണം പറയാൻ. കാരണം കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോടെ കോട്ടയം ഈരാറ്റുപേട്ടയിൽ വെച്ച് MVAയുടെ ഉദ്യോഗസ്ഥർ വീണ്ടും റോബിൻ ബസ് തടയുന്ന സാഹചര്യമുണ്ടായി. പെർമിറ്റ് ഇല്ല എന്ന് കാണിച്ചാണ് കഴിഞ്ഞ ദിവസം രാത്രിയോടെ റോബിൻ ബസ് വീണ്ടും MVA പിടിച്ചെടുക്കുന്നത്. താക്കോൽ എടുത്തിട്ടില്ല. ഞാൻ വണ്ടിക്കകത്ത് കയറിയിട്ടില്ല, താക്കോലും എടുത്തിട്ടില്ല. ഇതെല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. എന്നാണ് വണ്ടി കസ്റ്റഡിയിൽ എടുത്തു എന്നും പറഞ്ഞ് ഒപ്പിട്ടതാണല്ലോ. സാറ് വണ്ടി കസ്റ്റഡിയിൽ എടുത്തിട്ട് പോയാൽ മതി. കസ്റ്റഡിയിൽ എടുക്കണമെങ്കിൽ ഇത് ഒപ്പിട്ട് താക്കോൽ കൈമാറും. ഞാൻ കൃത്യമായിട്ട് താക്കോല് എന്നോട് ചോദിച്ചിട്ടല്ല നിങ്ങൾ വണ്ടി താക്കോല് ഊരിയത്. ഞാൻ ഊരിയിട്ടില്ല. നിങ്ങൾ ഊരിയിട്ടില്ലെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. അത് നിങ്ങൾ പറഞ്ഞാൽ ആകുമല്ലോ. ഡ്രൈവറല്ലേ ഇവിടെ കയറ്റിയത്, ഞാൻ പറഞ്ഞിട്ടല്ല അവിടെ കൊണ്ട് കയറ്റിയത്. അതൊന്നും എനിക്ക് അറിയില്ല. നിങ്ങൾ മുകളിലോട്ട് കയറ്റാൻ പറഞ്ഞു, മുകളിലോട്ട് കയറ്റി. എന്റെ ഡ്രൈവറെ കൊണ്ട് ഇത് ഇട്ട് നിഗ്രഹിപ്പിച്ചു പോകാനാ ഉദ്ദേശിച്ചത്. സാറേ, സാറിന് വണ്ടി ഓടിക്കാൻ അറിയത്തില്ലെങ്കിൽ ആദ്യം ഈ പണിക്ക് ഇറങ്ങരുത്. വണ്ടി ഉദ്യോഗസ്ഥന് ഓടിക്കണം, അത് ഇറങ്ങരുത്. താക്കോലെടുത്തോട്ട് മാറ്റിയിട്ടല്ല ഓടിക്കണമെന്ന് പറയുന്നത്. അത് നിങ്ങൾ പറയണം. നിങ്ങൾ താക്കോലെടുത്ത് കൈ വെച്ചിട്ട് വണ്ടിയില്ല, നിങ്ങൾ അവിടെ കയറ്റിയിടാൻ ഞാൻ ഇപ്പൊ ഈ ഒത്തിരി കാലങ്ങൾ നിങ്ങളെ പോലെയുള്ള ഷോ കളിച്ചതാ. വണ്ടി നമ്മൾ തന്നെ എടുത്ത് അവര് പറയുന്നത് പലരെ പോവാ കാര്യത്തിലോട്ട് അതെ, ഒരു ബസ് മാത്രം കുറച്ച് കാലമായിട്ട് പിടിച്ചോണ്ടിരിക്കും. അത്രേ ഉള്ളൂ. അതിന്റെ കാര്യം എന്താ? എന്നാൽ റോബിൻ ഗിരീഷ് പറയുന്നത്, അതായത് ബസിന്റെ ഉടമയായ റോബിൻ ഗിരീഷ് പറയുന്നത്, തന്നോട് അല്ലെങ്കിൽ തന്റെ വാഹനത്തോട് അല്ലെങ്കിൽ താനുമായി ബന്ധപ്പെട്ട ആൾക്കാരോട് MVA ഉദ്യോഗസ്ഥർ മനഃപൂർവ്വമായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണെന്നും വൈരാഗ്യം തീർക്കുകയാണെന്നാണ് പറയുന്നത്. നമസ്കാരം. നമസ്കാരം. എന്തായിരുന്നു സംഭവം? ഇന്നലെ മോട്ടോർ വാഹന വകുപ്പിലെ ജയപ്രകാശ് എന്ന് പറഞ്ഞൊരു MVA എന്റെ വണ്ടിക്ക് പെർമിറ്റ് ഇല്ല എന്ന് പറഞ്ഞാണ് വണ്ടി വന്ന് വൈകുന്നേരം 8 മണിക്ക് കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ വൈകുന്നേരം 8 മണിക്കോ? വൈകിട്ടെത്തും. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞ അതിന് കോടതി ഉത്തരവുള്ളതാണ്. അപ്പൊ കോടതി ഉത്തരവ് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് എന്റെ വണ്ടിക്ക് കഴിഞ്ഞ 11/6/2026 വരെയാണ് നിലവിൽ പെർമിറ്റ് ഉണ്ടായിരുന്നത്. 11/6 തീർന്നു. 11/6 തൊട്ട് 10/8 വരെ ഈ പെർമിറ്റ് നീട്ടി തന്നിരിക്കുന്നു എന്നാണ് കോടതി ഉത്തരവ് പറഞ്ഞിരിക്കുന്നത്. അത് അന്നേരം പറയുന്നത് നീട്ടി തന്നിരിക്കുന്നു എന്ന് കോടതി വണ്ടി നമ്പരും റൂട്ടും എല്ലാം ചേർത്ത് പറഞ്ഞിരിക്കുന്നിടത്ത് ഈ ഉദ്യോഗസ്ഥന്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ, നിനക്ക് നാട്ടുകാർക്ക് ഇതിനെ പരാതി കൊടുക്കാൻ നിനക്ക് പറ്റൂല്ലോ എന്ന് ചോദിച്ചാൽ ആർക്കെതിരെയാണ് കൊടുത്തത്. അപ്പൊ അയാൾ ചോദിക്കുന്നതിനാണ് KSRTCയില് 15 വർഷം കഴിഞ്ഞ വണ്ടി പൊളിക്കണമെന്ന് ഉത്തരവുണ്ടെന്നും പറഞ്ഞ് നിങ്ങൾ എന്തിനാ ഞങ്ങളെ പണിയെടുപ്പിക്കാൻ നിൽക്കുന്നത്? നിങ്ങൾ കോടതിയിൽ പോകാൻ വേണ്ടല്ലേ ഇത് ചെയ്തത്? അപ്പൊ ഞങ്ങൾ ഇങ്ങനെയൊക്കെ അങ്ങ് ചെയ്യും, എന്നാന്ന് വെച്ചാൽ ചെയ്തു, രാഷ്ട്രീയ അധികാരപരമായിട്ട് പറഞ്ഞു. അപ്പം വണ്ടി കസ്റ്റഡിയിൽ എടുത്തു എന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു ശരി, ഞാൻ സമ്മതിച്ചിരിക്കുന്നു, ഞാൻ അതിന്റെ നിയമ നടപടി നോക്കിക്കൊള്ളാം, കുഴപ്പമില്ലാന്ന് പറഞ്ഞപ്പോ ഇദ്ദേഹം പറഞ്ഞു എന്റെ ഡ്രൈവറോട് ഈ ബസ് എടുത്ത് പോലീസ് സ്റ്റേഷനിൽ കയറ്റി ഇടാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ കൈവശം എടുത്താണെങ്കിൽ അത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്, നിങ്ങൾ എടുത്ത് കയറ്റി ഇട്ടോണം. പിന്നെ രജിസ്റ്റേർഡ് ഉടമ എന്നതിനെ ഒരു കാരണവശാലും ഞാൻ അനുവദിക്കുകയില്ലെന്ന് പറഞ്ഞു. കാരണം ഇത് ഓടിക്കണമെങ്കിൽ ഹെവി ലൈസൻസ് ഉള്ള ഒരാൾ ഓടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇയാൾക്ക് ലൈസൻസ് ഇല്ലാന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇയാള് ഓടിക്കാൻ അറിയില്ല. ഈ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥൻ MVAക്ക് ജയപ്രകാശിന് ഓടിക്കാൻ അറിയില്ല. അയാളാണ് ഇവിടെ നാട്ടുകാർക്ക് എല്ലാം ലൈസൻസ് കൊടുക്കുകയും ലൈസൻസ് പുതുക്കുകയും അതുപോലെ വണ്ടി ഓടിച്ച് സ്പീഡ് ചെക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഉദ്യോഗസ്ഥന്റെ പേരെന്താണ്? ഉദ്യോഗസ്ഥന്റെ പേരെന്താണ്? ജയപ്രകാശ്. MVA ആണ്. ഇതായിട്ടുള്ള വൈരാഗ്യം തീർക്കുന്നതാണോ?
ഇദ്ദേഹം ആര് പരാതി കൊടുത്താലും ഇപ്പൊ എന്നെ ഒരു 50 ബസ്സുകാർ എന്നെ വിളിച്ചു. ആർക്കെതിരെ സമയത്തർക്കോ എന്തെങ്കിലും പറഞ്ഞ് ഇയാൾക്ക് പരാതി കൊടുത്താൽ പരാതി കൊടുക്കുന്നവന്റെ വണ്ടിക്കെതിരെ ഇയാൾ ചുമ്മാ അതും ഇതും എഴുതി അവരെ അങ്ങ് നശിപ്പിക്കുക. അപ്പം അത് ഇതിനെതിരെ ഇതിന് മുന്നേ ഇതുപോലെ ചെയ്തിട്ട് ഇയാൾക്കെതിരെ വിജിലൻസിലും RTOയ്ക്കും എല്ലായിടത്തും കാരണം ഇയാളുടെ ഔദ്യോഗിക പദവി ദുർവിനിയോഗം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ പരാതി ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ഇയാൾക്കെതിരെ. ഭാഗമായിട്ട് വേട്ടയാടുന്നാണോ പറയുന്നത്? അതെ. KSRTCയുടെ 15 വർഷം കഴിഞ്ഞ വണ്ടികൾ പൊളിക്കണം, റോഡിൽ ഇറക്കാൻ പാടില്ല എന്നും പറഞ്ഞിട്ട് കോട്ടയം ജില്ലയിലെ വാഹനങ്ങൾ വണ്ടി പിടിച്ചെടുത്ത് റോഡിലൂടെ അനുവദിക്കരുതെന്നും പറഞ്ഞ് കഴിഞ്ഞ മാസം ആദ്യം ഞാൻ ലെറ്റർ കൊടുത്തതാണ്. ആ ലെറ്ററിന്റെ ബാക്കിയായിട്ട് എന്ത് നടപടി സ്വീകരിച്ചു എന്ന് ചോദിച്ച് ഞാൻ അപേക്ഷ ഇട്ടു. അപേക്ഷ കൊടുത്തു വിവരാവശ്യം. അന്നേരമാണ് ഇദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഈ പ്രശ്നം. കാരണം ഞാൻ ഇനിയിപ്പോ ഈ പ്രശ്നം കൊണ്ട് നടന്നോളൂല്ലോ. അതായത് അപ്പം ഈ ഉദ്യോഗസ്ഥൻ മനഃപൂർവ്വം, അതായത് ജയപ്രകാശ് ഉദ്യോഗസ്ഥൻ മനഃപൂർവ്വം വൈരാഗ്യം തീർക്കുന്നതാണ്. തീർച്ചയായിട്ടും. പക്ഷേ MVയുടെ ഭാഗത്തുനിന്ന് പറയുന്നത് ഓഗസ്റ്റ് മാസം 2-ാം തീയതി വരെ പെർമിറ്റ് അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളത് കോടതി ഓർഡർ ആണെന്നാണല്ലോ പറയുന്നത്. അത് കോടതി ഓർഡർ, പെർമിറ്റ് അനുവദിച്ചിരിക്കുന്നല്ലേ പറഞ്ഞത് കോടതി ഓർഡർ. പക്ഷെ അത് MVയുടെ ഓഫീസിൽ പോയി പേപ്പറൊന്നും ക്ലിയർ ചെയ്തിട്ടില്ലെന്നാണല്ലോ അവരുടെ ഭാവം. അത് ക്ലിയർ ചെയ്യേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? കോടതിയുടെ ഉത്തരവ് വന്നാൽ കോടതിയുടെ ഉത്തരവ് RTO ഓഫീസിൽ ഹാജരാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്തം. ഞങ്ങൾ കൃത്യമായിട്ട് കഴിഞ്ഞ 12/6/2026 ഈ കോടതി ഉത്തരവ് ഹാജരാക്കി അപേക്ഷയും കൊടുത്തു. ഇത് കഴിഞ്ഞിട്ട് ഇന്ന് ഞാനിപ്പോ RTO ഓഫീസിൽ വന്നപ്പോൾ സെക്ഷനിൽ വന്നപ്പോൾ അയ്യോ അത് സെക്ഷൻ തെറ്റി, അത് ഞങ്ങൾ വേറൊരു സെക്ഷനിലാണ് കൊടുത്തിരുന്നത്, അത് ഞങ്ങൾക്ക് പറ്റിയില്ല, അവർക്ക് ഇന്നാ എന്റെ മേശപ്പുറത്ത് വന്നതെന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട്? ഇതാണ് RTO ഓഫീസിൽ നടക്കുന്നത്. ഇപ്പൊ 1 മണിയായപ്പോൾ എന്നോട് പറഞ്ഞു ഇന്നത്തെ പരിപാടികൾ കഴിഞ്ഞു, ഈ പുറത്തിറങ്ങി പോകൊണ്ടാ മതി, ഇനി ഇവിടെ ഒരു പരിപാടി നടക്കുകയാണ്, ഞങ്ങൾ ഡോർ അടയ്ക്കാന്ന് പറഞ്ഞു. അതായത് വാഹനം വിട്ടു വന്നിട്ടില്ല. എന്താണ് അവർ പറയുന്നത്? അവര് പറയുന്നത് പെർമിറ്റ് ഇല്ല, അതുകൊണ്ട് തന്നെ വാഹനം വിട്ടുതരാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ, നിങ്ങളിതായിട്ട് ബന്ധപ്പെട്ട തുടർ നടപടി എന്താ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും എനിക്കുണ്ടായ നഷ്ടത്തിനും കൂടെ ചേർത്ത് ഇദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്ത് ഇപ്പം RTOയുടെ അടുത്ത് കിടക്കുന്ന ഓൾറെഡി കൊടുത്ത ഒരു പരാതിയുണ്ട്. അതിന് പുറമെ ഇന്നത്തെ കേസിനും കൊണ്ട് ഒരു പരാതി കൊടുത്തിട്ട് അതുകൊണ്ട് ഞാൻ കോടതിയിൽ പോവുക, എന്റെ നഷ്ടങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് കേസ് ഫയൽ ചെയ്യും. സർക്കാരിനെതിരെയാണോ MVക്കെതിരെയാണോ? സർക്കാരിനെതിരെയല്ല, MVക്കെതിരെ, MVA ജയപ്രകാശിനെതിരെ. ജയപ്രകാശിനെ വ്യക്തിപരമായിട്ട് ആ ലെവലിൽ തന്നെയാണ് പോകുന്നത്. ഉദ്യോഗസ്ഥർക്കുള്ള ചൂഷണം അല്ലെങ്കിൽ പീഡനം എന്നുള്ള ഉദ്ദേശം തന്നെയാണ് പോകുന്നത്. തീർച്ചയായിട്ടും. ഇതിന് മുന്നേ ഇതുപോലെ തന്നെ 30/1/2026 ഇതുപോലെ തന്നെ ഇദ്ദേഹം ഈ വണ്ടി പിടിച്ചെടുത്തായിരുന്നു. ഈ വണ്ടി തന്നെ ഇതുപോലെ പിടിച്ചെടുത്തു. അത് പിറ്റേ 3 ദിവസം കഴിഞ്ഞ് ആണ് അന്ന് ഇറക്കാൻ പറ്റിയത്. കാരണം ഉച്ചയ്ക്ക് നമ്മളിവിടെ വരും, ഇവിടുന്ന് എഴുതി തരികയില്ല, പിറ്റേ ദിവസത്തേക്കാവും. അതിന്റെ പിറ്റേ ദിവസം ഇറക്കാൻ വന്നപ്പം ഞാൻ അടക്കേണ്ടി വന്ന ഫീസ് എത്രയാണെന്നറിയോ? അല്ലെ ഫൈൻ എത്രയാണെന്നറിയോ? 100 രൂപ. 100 രൂപ എന്ന് പറഞ്ഞാന്നറിയോ? ഞാൻ രേഖകളൊന്നും കാണിക്കാൻ സമയത്ത് കാണിച്ചില്ല, അതുകൊണ്ട് 100 രൂപ ഫൈൻ അടയ്ക്കാൻ. ഞാൻ ചോദിക്കട്ടെ, അതിന് വേണ്ടി ഇദ്ദേഹം തന്നെ വേറെ പലരുടെയും വണ്ടി പെർമിറ്റ് ഇല്ലാതെ പിടിച്ചാലും ഇദ്ദേഹം പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ ഇഷ്ടംപോലെ വണ്ടികൾ പെർമിറ്റ് ഇല്ലാതെ പിടിച്ചിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ കൈമാറുന്ന ഒരു നടപടി എന്റെ വണ്ടിക്കെതിരെ മാത്രം ഇയാൾ ചെയ്തു. സാധാരണ MVയുടെ വാഹനം പിടിക്കുന്നെങ്കിൽ അത് MVയുടെ ഓഫീസിലേക്കല്ലേ പോകുന്നത്, സ്റ്റേഷനിലേക്കാണ് പോകുന്നത്? ഒരിക്കലും MVയുടെ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. പക്ഷെ ഈ പെർമിറ്റ് ഇല്ലാന്ന് പറഞ്ഞ ഒരു വാഹനവും ടാക്സ് അടയ്ക്കാതെ വന്ന വാഹനം മാത്രമേ പിടിച്ചെടുക്കുകയുള്ളൂ. പെർമിറ്റ് ഇല്ലാത്താണെങ്കിൽ ഫൈൻ അടയ്ക്കാറ്. പെർമിറ്റ് ഇല്ലാത്താണെങ്കിൽ ഫൈൻ ചെയ്തിട്ട് വണ്ടി ഓടെടുന്നും പറഞ്ഞ് സ്റ്റോപ്പമോ എഴുതി കൊടുത്തു കൊടുക്കും. ഇത് മനഃപൂർവ്വം വണ്ടി സ്റ്റേഷനിലേക്ക് എടുപ്പിച്ചു. മനഃപൂർവ്വം വണ്ടി സ്റ്റേഷനിൽ ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകുക എന്നുള്ള ഒറ്റ ഇത് മാത്രമേ ഇദ്ദേഹത്തിനുള്ളൂ. ഓക്കെ, താങ്ക് യു. വണ്ടി സ്റ്റേഷനിൽ ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകുക എന്നുള്ള ഒറ്റ ഇത് മാത്രമേ ഇദ്ദേഹത്തിനുള്ളൂ. ഓക്കെ, താങ്ക് യു. വണ്ടി സ്റ്റേഷനിൽ ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകുക എന്നുള്ള ഒറ്റ ഇത് മാത്രമേ ഇദ്ദേഹത്തിനുള്ളൂ. ഓക്കെ, താങ്ക് യു. വണ്ടി സ്റ്റേഷനിൽ ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകുക എന്നുള്ള ഒറ്റ ഇത് മാത്രമേ ഇദ്ദേഹത്തിനുള്ളൂ. ഓക്കെ, താങ്ക് യു. ഇതിന് പ്രധാനപ്പെട്ട കാരണമായി അദ്ദേഹം പറയുന്നത് 15 വർഷത്തിലധികമായി ഓടുന്ന KSRTC ബസ്സുകൾ നിരത്തിൽ നിന്ന് മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് റോബിൻ ഗിരീഷ് പരാതി കൊടുക്കുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ അതിൽ തന്നോട് ദേഷ്യം തോന്നിയ MVയുടെ ഉദ്യോഗസ്ഥരാണ് തന്നോട് മനഃപൂർവ്വമായി വൈരാഗ്യം തീർക്കുന്നതാണ് പറയുന്നത്. എന്നാൽ ഇതിനെ ബന്ധപ്പെട്ട് MVയുടെ ഉദ്യോഗസ്ഥർ പറയുന്നത് റോബിൻ ഗിരീഷിന്റെ വണ്ടിയുടെ പെർമിറ്റ് ക്യാൻസലായി എന്നുള്ളത്, അല്ലെങ്കിൽ പെർമിറ്റ് തീർന്നു എന്നാണ് പറയുന്നത്. ഒന്നും പറയാനില്ല, 100 രൂപ വെട്ടി അടിച്ചിട്ട് പോകാൻ
അത് സാറിന് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. എന്നിട്ടാണ് സാർ ഇപ്പൊ ഈ പണി കാണിക്കുന്നതെങ്കിൽ അതിന്റെ അർത്ഥം വേറെയാ. കോടതി ഉത്തരവ് കാണിച്ചെന്നുള്ളത് അതും കൂടെ എഴുതി അവൻ ഒപ്പിട്ടുണ്ട്. ആ കാണിക്കുന്ന ഇപ്പൊ വരുന്നത് ഇപ്പൊ പാദയാത്രയിൽ ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞാല് പെട്ടെന്ന് കിട്ടുന്ന സാധനം അല്ലല്ലോ ഇത്. ഇതൊക്കെ വാഹനത്തിൽ സൂക്ഷിക്കേണ്ട സാധനം അല്ല. എല്ലാ കാര്യങ്ങളും ഡിജിറ്റൽ ആയിട്ട് കൈവെക്കാനാണ്. ഡീറ്റെയിലായിട്ട് ഇപ്പൊ സാറേ ലൈസൻസ് ഉണ്ടോ എന്ന് നോക്കുന്ന ഇപ്പൊ എങ്ങനെയാ ഡീറ്റെയിലായിട്ട് കാണിക്കും എന്ന് പറഞ്ഞാലോ ഡീറ്റെയിലായിട്ട് തന്നെ സാറിന് ഈ കോടതി ഉത്തരവ് കാണിച്ച്. അപ്പൊ സാറിന് പറ്റിയല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുറന്നു നോക്കാൻ പോലും കാണിച്ചിട്ടില്ല. പിന്നെ ഞങ്ങൾ എന്താ ചെയ്യുന്നത്? RTOയ്ക്ക് കോപ്പി ചെയ്ത അപേക്ഷ 16-ാം തീയതി കൊടുത്തിട്ടുള്ള അത് എന്റെ കുഴപ്പമല്ല. പിന്നെ ഈ പെർമിറ്റ് തീർന്നതിന്റെ അടിസ്ഥാനത്തിലാണ് വാഹനം പിടിച്ചെടുത്തത് എന്നുള്ളതാണ് MVA ഉദ്യോഗസ്ഥരുടെ പറയുന്ന കാരണമെന്ന് പറയുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് വീണ്ടും റോബിൻ ഗിരീഷ് പറയുന്നത് എന്ന് വെച്ചാൽ സെപ്റ്റംബർ മാസം വരെ തനിക്ക് വണ്ടിയുടെ പെർമിറ്റ് ഉണ്ട് എന്നാണ്. എന്നാൽ അത് മറച്ചു വെക്കാനാണ് ഇവർ ശ്രമിക്കുന്നതെന്നും തന്നോട് മനഃപൂർവ്വമായി വ്യക്തിവൈരാഗ്യം തീർക്കുന്നു എന്നാണ് റോബിൻ ഗിരീഷ് പറയുന്നത്. ഹാജരാക്കാനുള്ള സമയം അനുവദിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. പെർമിറ്റ് ഹാജരാക്കാനുള്ള സമയം അനുവദിച്ചിട്ട് ഞാൻ ഇത് ധിക്കരിച്ചു എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന്റെ നടപടി ഉണ്ടായാൽ പെർമിറ്റിന്റെ ഇത് എല്ലാവരും ഒന്ന് കണ്ടു. ഒന്നല്ല 2 കോപ്പി കൊടുക്കുകയാണ്. കോടതി ഉത്തരവിന്റെ കോപ്പി ഇങ്ങനെ പുറയുന്നു കൊടുക്കാൻ പറ്റിയല്ല. എല്ലാരും കണ്ടോളാം. ഇത് പെർമിറ്റിന്റെ കോപ്പിയാണ്. ഇതിന്റെ അകത്ത് വണ്ടി നമ്പറും റൂട്ടും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടോ, ഡേറ്റ് നോക്കിക്കോണം. (30/8) വരെ പെർമിറ്റ് ഉള്ളതാണ് കൃത്യമായിട്ട് കോടതി പറഞ്ഞിരിക്കുന്നതാണ്. കോടതിക്ക് മുകളിലൊന്നും അല്ല ഇദ്ദേഹത്തിന്റെ ജോലി. നമുക്കറിയാം, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നിരന്തരമായി വേട്ടയാടുന്ന ഒരു ബസ്സായിരുന്നു റോബിൻ ഗിരീഷിന്റെ ബസ്സും അതുപോലെ റോബിൻ ബസ് അടക്കമുള്ളവർ. അത് പിണറായി സർക്കാരിന്റെ കാലത്ത് നിരവധി തവണ സംസ്ഥാനത്തും അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിലും പിടിച്ചിടുന്ന സാഹചര്യം വരെ ഉണ്ടായി. പിന്നീട് അത് കോടതി കേസുമായി ബന്ധപ്പെട്ട് പലതവണ പ്രശ്നങ്ങളായതുമാണ്. അത് പിന്നീട് സർക്കാർ മാറുമ്പോൾ തീരുമെന്നാണ് റോബിൻ ഗിരീഷ് വിചാരിച്ചിരുന്നെങ്കിൽ സർക്കാർ മാറിയിട്ടും വീണ്ടും റോബിൻ ബസ്സുമായും അതുപോലെ ഗിരീഷുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, MVA ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തീരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായ കാര്യം. നോക്കണം, എല്ലാവരും നോക്കണം, വണ്ടി നമ്പർ നോക്കണം, അതിന്റെ ലാസ്റ്റ് ഡേറ്റ് സൈഡ് ഇത് എവിടെ എഴുതിയിട്ടുണ്ട് കണ്ടല്ലോ. പെർമിറ്റ് ഉണ്ടോ ഇല്ലോ എന്നുള്ളത് ഇദ്ദേഹത്തെ കാണിച്ചില്ല എന്ന് പറയരുത്. ഞാൻ കോപ്പി തരാടാ. ഇൻട്രീം ഓർഡർ അത് ഓർഡറാണോ, അത് എന്തിന്റെ ഓർഡർ ആണെന്നുള്ള അറിയോ? ഇത് എന്തിന്റെ അല്ല, അത് പെർമിറ്റ് ആക്കി തരാൻ ഞങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് അവർ തരുന്നത് ഞങ്ങളുടെ ഉത്തരവാദിത്വമല്ല. പെർമിറ്റ് വാങ്ങിച്ചതിന് ശേഷം ഓടിയാൽ മതിയെങ്കിൽ അത് കാണിച്ചല്ലോ. വാ, ഡ്രൈവർ എന്ത് ഇതിൽ റോബിന്റെ ഭാഗം അല്ലെങ്കിൽ റോബിൻ ബസ്സിലെ ഗിരീഷിന്റെ ഭാഗം എന്ന് പറയുന്നത് MVA ഉദ്യോഗസ്ഥർ തന്നോട് മനഃപൂർവ്വമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അല്ലെങ്കിൽ തന്നോട് വൈരാഗ്യം തീർക്കുന്നുവെന്നാണ് റോബിൻ ഗിരീഷ് പറയുന്നതെങ്കിൽ അങ്ങനെയല്ല. വണ്ടിക്ക് പെർമിറ്റ് ഇല്ല എന്നുള്ള കാരണം കൊണ്ട് തന്നെയാണ് വാഹനം പിടിച്ചെടുത്തതെന്ന് തന്നെയാണ് MVA ഉദ്യോഗസ്ഥരും പറയുന്നത്.